ഹലോ, ഞാനും കിളിയും കൂടിയിട്ട് ഒരു ഇഫ്താർ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇഫ്താർ പ്രോഗ്രാമിന് പോണത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ സഫ്നയുടെ വീട്ടിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണത്. ആക്ച്വലി ഈ പ്രോഗ്രാം നടന്നിട്ടൊരു 1 വീക്ക് ആയിട്ടുണ്ട്. എനിക്കിപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ആ സഫ്നയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. നമ്മുടെ അയാനും ഐഷുക്കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ഡൈനിങ് ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്ന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി. എല്ലാവർക്കും നോമ്പുണ്ട്, എനിക്ക് മാത്രമേ നോമ്പില്ലാത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോഴത്തേനും നമ്മുടെ മുത്തും അമ്മും ഒക്കെ കൂടി കാർപ്പറ്റ് വിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട്. അടുത്ത കുട്ടിപ്പട്ടാളങ്ങൾ എത്തിത്തുടങ്ങി. അപ്പോഴത്തേനും നമ്മുടെ ജുഷിയും ചിന്നും ഒക്കെ കൂടിയിട്ട് നമ്മൾ പ്ലേറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബാങ്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോഴത്തേനും നമ്മുടെ മുത്തോൾ എത്തിക്കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. 7th month. ബാങ്ക് കേട്ടത് എല്ലാവരും സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു മൊമെൻറ്റ്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വട്ടട്ടിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ശരിക്കും ആർമാദിക്കായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഒരു 8:30 ആയപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമുള്ള ബിരിയാണി തന്നെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി തന്നെയാണ് ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. കുട്ടികളൊക്കെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് റഷീദൊക്കെയാണ് ഉണ്ടാക്കി തന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ആളാണ് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കൈ കഴുകി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു സർപ്രൈസ് അവരെല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ കേക്ക്. പിറ്റേ ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ. പക്ഷേ അവർ അന്ന് തന്നെ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷമായി. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ലിംഗ് ബാഗ്. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, ടേക്ക് കെയർ.